ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയൽ ഗ്ലോറി വൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ഹാർഡ് കോർ സീരീസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണത് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ഹാർഡ് കോർ സീരീസ് എപ്പിസോഡ് 1. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. എനിക്ക് ക്രിയേറ്റീവ് മുള്ളൊന്നും അല്ല, എൻ്റെ ബാക്കി സാധനം ജസ്റ്റ് ഇരിപ്പുണ്ട്. ഞാൻ ഇത് റൂയിൻ ബോട്ടിൽ നിന്ന് കിട്ടി, പിന്നെ അയൺ കൊല്ലത്തേക്ക് വന്നപ്പോൾ 4 അയൺ കിട്ടി, പിന്നെ സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 അയൺ കിട്ടി, പിന്നെ റൂയിൻ ബോട്ടിൽ നിന്ന് എനിക്ക് ഗോൾഡ് ആർമർ കിട്ടി. പിന്നെ അയൺ ഗോളത്തിൽ നിന്ന് ഞാൻ ഒരു ബൂട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഷീൽഡ് ഉണ്ടാക്കി. ഇത്രയുമാണ് ഇതുവരെ ചെയ്തത്. എനിക്ക് ഇനി തൊട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ ഷീൽഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് നൈറ്റ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നോക്കാം നമുക്ക് എന്താണ്. ഇപ്പം ഇതിൻ്റെ ഷീൽഡും പിന്നെ എൻ്റെ ബോയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ച് ഇതൊക്കെ മാറും. അടുത്ത എപ്പിസോഡിൽ മിക്കവാറും നമ്മൾ വില്ലേജേ മാറാൻ നോക്കുകയോ. നമ്മൾ ചെസ്സിനകത്ത് ബാക്കി സാധനം ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ബാഗ് കിട്ടി, അതിൻ്റെ അകത്ത് 2 ഗോൾഡ് ആപ്പിൾ ഇട്ട് ആ റൂയിൻ ബോട്ടിൽ നിന്ന്. റൂയിൻ ബോട്ടിൽ കാണിച്ചു തരാം, അവസാനമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എടുത്ത് വെക്കട്ടെ, ചിലപ്പോൾ നൈറ്റിൽ നമ്മൾ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. നമുക്ക് ഇപ്പം നൈറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. അതിലൊക്കെ ഒന്ന് കറങ്ങി നടക്കാം ആണിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത്. ഷെയ്ഡർ ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ഷെയ്ഡർ ഇട്ട് കളിക്കാം. പോലെ ട്രേഡ് ചെയ്യാം. എമറാൾഡൊക്കെ വേണം നമുക്ക് ഈ വില്ലേജിൽ തന്നെ നിന്നിട്ട് കുറച്ച് അകലത്തോട്ട് നമുക്കൊരു ഹൗസ് പണിയണം. 8 എമറാൾഡിന് ഒരു സ്വാഡ്. നമുക്ക് എൻചാൻമെൻറ്റ് എന്തൊക്കെയുണ്ട്, കുഴപ്പമില്ലല്ലേ അത്യാവശ്യം. ഓക്കെ, ബേസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഹൗസ് പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് നോക്കണം. സൺസെറ്റ് കാണുന്ന രസമുണ്ടല്ലേ. എനിക്ക് മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ക്രാഫ്റ്റ് ബിൽഡിങ്ങിൽ സ്റ്റോറുണ്ട്, കൊള്ളാം അത്യാവശ്യം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഷെയ്ഡറൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം രാത്രി ആയിട്ടുണ്ട്, കൊച്ചിറക്കുന്ന അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുക. ഒന്നുമില്ല ഇന്ന് നോക്കിയൊരു സാധനം, കൊച്ചിറക്കം അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുമായി. അല്ല, നമ്മളെ ഷീൽഡ് ടെസ്റ്റുള്ള ആദ്യത്തെ ആളാണ് എൻ്റെ വരട്ടെ നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് വില്ലേജറെ മാറി അടി കിട്ടിയ തോന്നി. അടുത്ത് പോയിട്ട് ഓക്കെ, ഒരുത്തൻ തീർന്ന്. 2 ആരോ, ഒരു ബോ. മോനെ കൊള്ളാം, കുഴപ്പമില്ല. അല്ലെ ഹെൽത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. ക്രൗച്ചിങ് മാറ്റി കയറി. ഓക്കെ ക്രിട്ട് ഗൈസ്. ഓക്കെ, തീർന്ന്. ഇവൻ അടി ക്രീപ്പറൊന്നും കിട്ടില്ല ഗൈസ്. ഒരുത്തെന്തോ സോമ്പിയുടെ മുകളിൽ കുതിര കയറിയിരിക്കുന്നവൻ സ്പിയർ വെച്ചോണ്ട്. എൻ്റെ അമ്മേ, ചെലന്തി, എൻ്റെ അമ്മേ. ഒരു ബോ ആ ചെലന്തിനടി, ആ പിക്കേഴ്സൊക്കെ വെച്ചടിക്കുന്നേ. തീർന്ന് എനിക്ക് സ്ലോനെസ് കിട്ടി ഗൈസ്. ഒടുക്കത്തെ അവൻ്റെ അമ്പും ഇപ്പം തീരും. ഇവനെ ഞാൻ തീർക്കുന്നു. എൻ്റെ അമ്മേ, അടി, എൻ്റെ അമ്മേ, ലാഗ്. എന്തൊരു ഒരുത്തൻ കുതിര കയറി വരുന്നു. എൻ്റെ അമ്മേ, സ്പീഡ് ആരടാ. ഓക്കെ, കുതിര തീർന്ന്. ഇനി ഇവൻ്റെ സ്പിയർ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു നോക്ക് ബാക്ക്, ഒരു ക്രിച്ച് കയറുന്നേ. കുറേ ഉണ്ടെന്നേ. ഈ ബോ വെച്ച് നമുക്കവന് തീർക്കാം. ഏതാ തെറിച്ച് അപ്പുറത്തെ മൂലയിൽ അവിടെ ഉണ്ടൊരുത്തൻ കുതിരയുടെ മുകളിൽ കയറിയിട്ട്. അതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് തിരിച്ച് പോകാൻ കഴിച്ചു. വയ്യ, പണി കിട്ടും, നല്ല ഉഗ്രം പണി കിട്ടും. സ്ലോനെസ് കൊണ്ട് ഓടാനും പറ്റുന്നില്ല. നമുക്ക് ആ ചെറുക്കനൊന്ന് എണീപ്പിച്ചെന്ന് പറഞ്ഞ കൊച്ചെറുക്ക. രാവിലെ ആകുന്നേരം എൻ്റെ 8 പോകണ്ടല്ലേ നമ്മളതിൽ.
പിന്നെ ഒരു ലോയിലുള്ളൊരു ഇതുമുണ്ട്, 8 ആരോയും ഒരു പോയും. സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ബോൺ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഡോഗിനെ പെറ്റാക്കാം. കുറച്ചങ്ങോട്ട് പോയിട്ട് നമുക്കൊരു 10 എപ്പിസോഡൊക്കെ ആകുമ്പോൾ സെറ്റാക്കാം. എൻ്റെ ഇത് സ്കിന്നല്ല കേട്ടോ, എനിക്ക് സ്കിന്ന് ലോഡാകുന്നില്ല. അപ്പോൾ നോക്കാം, നമുക്ക് സ്കിന്ന് ലോഡാക്കാൻ ഞാൻ മാക്സിമം നോക്കാം ഗൈസ്. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്കിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ, നോക്കാം. അയ്യോ, എൻ്റെ ബൂട്ട് പൊട്ടി. എല്ലാത്തിൻ്റെ ഹെൽത്ത് കുറവ്. നമുക്ക് ഉടനെ തന്നെ മൈനിങ്ങൊക്കെ തുടങ്ങണം. അതിൽ കുറച്ചങ്ങോട്ട് അയണൊക്കെ വേണം. അയൺ കൊല്ലുന്നതൊക്കെ ഞാൻ കുറച്ച് തീർത്തയാണ്. നമ്മൾ സ്പോണേ വില്ലേജിലാണ് കേട്ടോ. അതാണ് എനിക്ക് ലക്കെന്ന് പറഞ്ഞത്. സ്പോണേ വില്ലേജിലാണ് നമുക്ക് കിട്ടിയത്. കൊച്ചു ചെറുക്കൻ അവനെ ബാക്ക് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം. സ്ലീപ്പിംഗ് ത്രൂ ദി നൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ എണീറ്റിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. വൗ, കൊച്ചു ചെറുക്കൻ. ഓരോരുത്തരൊന്ന് കത്തുന്നു. നമുക്ക് ഇപ്പോഴാണ് ട്രൈ ചെയ്യാനുള്ള സമയം. ഒരടിയിലാവും തീരെ മിക്കവാറും എൻ്റെ. ഓക്കെ, വലിച്ചു പിടിയിട്ട് ഓക്കെ. അവൻ്റെ ഒരു കുറച്ച് ബോ എടുക്കാം, 10 ബോ. ഇവിടെ ഒരു ഇത് സ്പിയർ കിടപ്പുണ്ടായിരുന്നു, എവിടെയാണോ എന്തോ ഡിസപ്പിയർ ആയി പോയാ. അതോ വേറെ ഞാൻ സോംബി ഒന്നും എടുത്ത അറിയാനും വയ്യ. അതോ ഇവിടെ അടുത്ത് അവിടെ അടിച്ചോ. ഈ തീർന്നു. എൻ്റെ മോനെ വീണ്ടും ഒരു പറഞ്ഞ് കിട്ടിയല്ലേ. അതും ഇത് കണക്കന്നല്ലോ. ഷീൽഡ് ചാവാറായി. എൻ്റെ ഹെൽത്തും കുറവ്. നമുക്ക് ഫുഡും വേണം. നമുക്ക് അതൊക്കെ അടുത്ത എപ്പിസോഡ് സെറ്റാക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ച് സാധനമൊക്കെ വേണം. എല്ലാം ഞാൻ ഇവിടുത്തെ നോട്ട് ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കട്ടെ അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾക്ക് വല്ല ഐഡിയ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ നമ്മളെ ഗോൾ 100 സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ഇതിന് രാവിലെ കാണാൻ പറ്റില്ല സ്പൈഡറിന്. നമ്മളൊരു ബോ എടുത്തടിച്ചാൽ നമ്മളത് നോക്കും. രണ്ടാമത്തെ അടിയും തീരും, മൂന്നാമത്തെ അടിയും തീരും. തീർന്നു. ഒരു ബെയർ പോളാർ ബെയർ. വേറെ ഒന്നും വിചാരിക്കില്ല. പോളാർ ബെയർ. അങ്ങോട്ട് പോവാ. അങ്ങോട്ടല്ലേ. ലാഗ്. ഇത് കളിക്കാൻ ഓക്കെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കളിച്ചാകുമ്പോൾ സർവീസ് അവിടെ ആയിട്ടുണ്ടോ. അതോ അതാണ് ഞാൻ നേരത്തെ റൂയിൻ പോർട്ടൽ. എൻ്റെ അതാണതോ ഞാൻ നേരത്തെ റൂയിൻ പോർട്ടൽ. നമുക്ക് ഉടനെ നെതറിലും പോകണം ഗൈസ്. പറ്റൂല. നമ്മൾ മൈൻക്രാഫ്റ്റ് ആവുന്ന ഗൈസ് ഇതായിരിക്കും നമ്മളെ സ്ഥലം. സർവർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഗൈസ്. ഇതിന് സർവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണം. സൈനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷെയ്ഡറൊക്കെ ഇട്ട് കളിക്കാം. നമുക്ക് ഇപ്പം അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സൈനിങ് ചെയ്യണം, മൾട്ടിപ്ലെയർ കളിക്കാം, സർവർ കളിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ വല്ല നോക്കട്ടെ, കുറച്ച് ആവട്ടെ. നമുക്കിപ്പോൾ നമ്മൾ ഹാർഡ് കോർ സീരീസ് മുമ്പോട്ടുണ്ട്. അതാണ് ഇത്തിരി കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു ഫയർ ചാർജ് നമുക്ക് ആവശ്യം വരും. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കിതൊക്കെ കിട്ടിയത് ഒരു ക്രൈയിങ് ഒബ്സിഡിയൻ, മറ്റേ 3 ഒബ്സിഡിയൻ അവിടെ തറയിലെങ്ങാണ്ട് 3 എണ്ണം ഉണ്ട്. നമുക്കത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അത് ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇറങ്ങി എന്നിട്ട് അതിൻ്റെ അകത്ത് 3 എണ്ണം മൈൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ബെഡ് എടുത്തിട്ട് വില്ലേജ് റൂട്ടായി അവിടെ കിടന്നില്ലേ, അവൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് മറ്റേ ബെഡ് എടുത്ത് അവിടെ ഇടാം. അതിലും കിടന്നാൽ പിന്നെ ഞാൻ അതിൽ കിടക്കാൻ സമ്മതിക്കില്ല. എനിക്ക് വയ്യ. ഞാൻ ഈ ബെഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അവിടെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ ബെഡ് ഇട്ടിട്ട് പറയാം. ഓക്കെ, സ്കിപ്പ് ചെയ്യല്ലേ, ഒരു മിനിറ്റ്. കുറച്ചും കൂടെ പറയാനുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞ് തീരുമോ നോക്കിയിട്ട്. ഇനി നമ്മൾ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് നമുക്കിത് ഇവിടെ ലാൻഡ് കണ്ടുപിടിക്കണം. വില്ലേജിൻ്റെ നടുക്കായിട്ടോ അല്ലെങ്കിൽ വില്ലേജിൻ്റെ പുറയിലായിട്ടോ നമുക്കൊരു വീട് വെക്കണം.
എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കും, ഓരോ ദിവസം വെച്ച് കംപ്ലീറ്റ് ആകും. വുഡും പ്ലാങ്ക്സും പിന്നെ സ്റ്റോൺസും നമുക്ക് അങ്ങനെ വീടുണ്ടാക്കും നമ്മൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തുടങ്ങും ഗൈസ്, ജസ്റ്റ് ബിഗിനിങ്. പിന്നെ നമുക്ക് വീട് അവിടെ നിന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് വരാം. ഇവിടെ നിന്നുള്ള 2 ബെഡ് നമുക്ക് എടുക്കാം. പിന്നെ ബെഡിൻ്റെ കളറുമായിട്ട് നമ്മൾ കളർ അതായത് ബ്ലാക്ക് ആക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ മൈനിങ് ഏരിയ സെറ്റ് ആക്കണം. അതിൻ്റെ താഴെ തന്നെ നമുക്ക് മൈനിങ് ഏരിയ, പിന്നെ ടോർച്ച് നമുക്ക് കോളൊക്കെ മൈൻ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം കൂടുതൽ ചെയ്യാനുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ വീഡിയോ. താങ്ക്സ്, ബൈ ബൈ, ലെറ്റ്സ് ഗോ.